വേദപുസ്തകത്തിൽ വൃദ്ധരായ സക്കറിയാവ് എലിസബത്ത് അവരവരുടെ നല്ല പ്രായത്തിൽ അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു തലമുറയെ വേണം, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഒരു നല്ല പ്രായത്തിൽ ഒരു പ്രാർത്ഥിച്ചെന്നുള്ള തെളിവാണ് സക്കറിയാവ് ധൂപം കാട്ടുന്ന ആൾ ദൂതം വന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എനിക്ക് ദൈവത്തിൻ്റെ സന്ദേശം തരാനുള്ള ദൈവപൈതലേ, എന്നെ കേൾക്കുന്ന ജീവിതമേ, പ്രിയരെ, നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചൊരു വിഷയമായിരിക്കാം, നിങ്ങളത് മറന്നുപോയി കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിച്ച് കാണും, നിങ്ങൾ ദൈവമേ, അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ലഭിച്ചില്ല, അല്ലേ ലഭിച്ചു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ദൈവം അത് മറന്നിട്ടില്ല, അവൻ്റെ പുസ്തകത്തിൽ അതുണ്ട്. പക്ഷെ അത് വരുമ്പോൾ നിങ്ങളുടെ സാഹചര്യവുമായി കണക്ട് ചെയ്ത് പറയരുത്. സക്കറിയാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനാണ്. പക്ഷെ ദൈവത്തിന് അതൊന്നും വിഷയമല്ല. ദൈവത്തോട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര വാർദ്ധക്യത്തിലും തലമുറകളെ തന്ന്, അല്ലെ എൻ്റെ അനുഭവം ഇങ്ങനെ, എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് വലിയൊരു കാര്യം ചിന്തിക്കാൻ കഴിയത്തില്ല നിങ്ങൾ പറയുമ്പോൾ, ദൈവം നിങ്ങളോട് പത്രോസിനോട് പറഞ്ഞ പോലെ, ശീമോനെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോൾ അവൻ അനുസരിച്ച പോലെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഈ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. അവൻ്റെ പടക് മാത്രമല്ല, മറ്റുള്ള പടക്. ആ എലിസബത്ത് പറഞ്ഞ്, എലിസബത്ത് സംശയിച്ചില്ല. എലിസബത്ത് പറഞ്ഞ്, അങ്ങനെ ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ വരട്ടെന്ന് പറഞ്ഞു. എന്താ എൻ്റെ റിസൾട്ട് എന്നറിയോ? നമ്മൾ മനസ്സിലാക്കണം. അവൾ പറഞ്ഞ, എൻ്റെ നിന്ദകളെ ദൈവം മാറ്റി കടാക്ഷിച്ച നാളിൽ ഇതാ എന്നെ മാനിച്ചിരിക്കുന്നു. എന്നാൽ ആ മനുഷ്യൻ ഊമനായി ആ കുഞ്ഞിന് പേരിടും വരെ, ആ കുഞ്ഞിൻ്റെ പേര് എഴുതി കാണിക്കും വരെ തൻ്റെ വായ അടഞ്ഞിരുന്നു. അവിശ്വാസം പറയരുത്. ദൈവസ്ഥയിൽ നിൽക്കുന്ന ദൈവവേദലേ, നിന്റെ ബുദ്ധിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും, ഒന്നും നിനക്ക് അണ്ടർസ്റ്റാൻഡ് കഴിയുന്നില്ലെങ്കിലും അതിന് നടുവിൽ നീ പറയണം, എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഏത് സാഹചര്യങ്ങളിലും ഏത് മരുഭൂമിയുടെ അനുഭവങ്ങളിലും നീരുറവ പുറപ്പെടുവിക്കാൻ ഈ ദൈവത്തിന് കഴിയും. ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ സാഹചര്യങ്ങൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച അന്ന്, ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. ഇന്ന് നീ പറയല്ലേ, ഏത് സാഹചര്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. വിശ്വസ്തയോടെ കർത്താവിനോട് നിന്നോ, അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഗോഡ് ബ്ലെസ് യു.